കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ സൈക്യാട്രി ജേർണലിൽ ഒരു കേസ് വായിക്കുകയുണ്ടായി. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ തലയിണയമർത്തി കൊല്ലാൻ ശ്രമിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ ദിവംഗതരാക്കുന്ന അമ്മമാരുടെ കഥകൾ ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. പക്ഷേ ഈ ഒരു കേസിനോട് ചേർന്ന് മറ്റ് 3 കേസുകൾ കൂടി ഞാൻ വായിച്ചു. സൈക്യാട്രി കേസ് വായിക്കുന്നത് പോലെ ആയിരുന്നില്ല ആ 3 കേസുകളും എനിക്ക് തോന്നിയത്. ഒരു ഹൊറർ ത്രില്ലർ വായിക്കുന്നത് പോലെയായിരുന്നു. അതിലൊരു കേസ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഒരുപക്ഷെ ആ സ്ത്രീ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കാരണം നോക്കിയാൽ നിങ്ങളും ഞെട്ടിപ്പോവും. അവർ പറയുന്നു, വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് 2 തവണയാണത്രേ അവരെ കൊല്ലാൻ ശ്രമിച്ചത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇയാളീ പറയുന്നത് എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇത് വെറും മണ്ടത്തരമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു കേസ് ഇത്രയും പേർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ജേർണലിൽ വിഷയമാവുമായിരുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത്, അതുപോലെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ആ അമ്മ പറയുന്നൊരു വിഷയമുണ്ട്. ആ കുഞ്ഞ് അവരിൽ ജനിക്കുന്നത് ഒരു പിശാചിലൂടെയാണത്രേ. അത് ഒരു പിശാചിൻ്റെ കുഞ്ഞാണ് എന്നും അത് ഈ ഭൂമിയിൽ പലരെയും നശിപ്പിക്കാനായി ജനിച്ചതാണ് എന്നും. ഗർഭം ധരിക്കുന്നതിന് മുമ്പേ ആ സ്ത്രീ പല സൈക്യാട്രിസ്റ്റുകളെയും കണ്ടിരുന്നതായി പറയുന്നു. അവരോടെല്ലാം ആ സ്ത്രീ പറഞ്ഞിരുന്നു, ഒരു പിശാച് കഴിഞ്ഞ കുറച്ച് കാലമായി അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന്. എന്നാൽ അതെല്ലാം വെറും തോന്നലാകാമെന്ന് പറഞ്ഞ് ആ കേസിനെ തള്ളിക്കളഞ്ഞ അവർക്കെല്ലാം ഉത്തരം മുട്ടിപ്പോയത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഇംപൊട്ടൻ്റ് എന്ന് മെഡിക്കൽ സയൻസ് മുദ്രകുത്തിയ അവരുടെ ഭർത്താവിൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിനെ അവർ ഗർഭം ധരിച്ച അന്നു മുതൽ സ്വന്തം ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനായും ശാരീരിക ബന്ധമില്ലാത്ത ആ സ്ത്രീ ഉറപ്പിച്ചു പറയുന്നു, അവരുടെ ഗർഭത്തിന് ഉത്തരവാദി മനുഷ്യനല്ലാത്ത, രൂപമില്ലാത്ത, കറുത്ത പുക പോലുള്ള കരിഞ്ഞ മുടിയുടെ ഗന്ധം മാത്രമുള്ള ആ പിശാചാണ് എന്ന്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കറുത്ത രൂപത്തിലുള്ള പുക പോലുള്ള ഒരു രൂപം, അതിന് മുടി കരിഞ്ഞതുപോലുള്ള ഒരു ഗന്ധം. ഇതിനെ കണ്ട് ഭയന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയല്ല. പാരാനോർമൽ അനുഭവങ്ങൾ എന്നെ വിളിച്ചു പറയുന്ന പലരുമുണ്ട്. അതിൽ പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിൽ ചിലതാണ് ഈ പറഞ്ഞത്. അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോട് ഞാൻ ഈ രൂപത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അവരെല്ലാം പറഞ്ഞെത്തുന്നത് ഒരു പേരിലേക്കാണ്, കാലമാടൻ എന്നൊരു പേരിലേക്ക്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ കാലമാടൻ. പക്ഷേ ഈ ഒരു കാലമാടന് ചില നാടോടി കഥകളിൽ ഒരു ദൈവീക പരിവേഷമുണ്ട്. അതേക്കുറിച്ച് ആദ്യം പറയാം. ശിവനിൽ നിന്നും അംശമായി ഉദ്ഭവിച്ച ഭദ്രകാളിയെയും ഭൈരവനെയും പോലെയുള്ള മൂർത്തികളിൽ പ്രധാനിയായാണ് കാലമാടനെ പൊതുവെ ദൈവരൂപത്തിൽ പ്രാർത്ഥിച്ചു പോരുന്നത്. എന്നാൽ ഉൾക്കാടുകളിലുള്ള ചില ഗോത്രങ്ങളിൽ കാലമാടൻ സ്വാമി എന്നറിയപ്പെടുന്നത് അവരുടെ മലദൈവത്തെയാണ്. ദക്ഷിണ ഭാരതത്തിലെ ദ്രാവിഡ നാടോടി കഥകളിൽ നിന്നാണ് മാടൻ വിശ്വാസ സങ്കല്പങ്ങൾ ഉണ്ടായത് എന്നും കരുതപ്പെടുന്നു. തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ധാരാളം മാടൻ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദൈവസങ്കല്പങ്ങൾക്കനുസരിച്ച് ഈ ആരാധനാ സങ്കല്പങ്ങൾക്ക് മാടൻ, ചുടലമാടൻ എന്നിങ്ങനെ നാമവ്യത്യാസങ്ങളും കാണാൻ കഴിയും. എന്നാൽ ആഭിചാരത്തിനും വശ്യത്തിനും കൂടോത്രത്തിനുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു ദുഷ്ടമൂർത്തിയായാണ് കാലമാടൻ എന്ന വാദവും ഈ കഥകളിൽ കാണാൻ കഴിയും. പൈതങ്ങളെപ്പോലും വിടാത്ത കാലമാടൻ എന്നുള്ള നാടൻ പ്രയോഗങ്ങൾ പോലും ഈ മൂർത്തിയുടെ ഭാവത്തെ സൂചിപ്പിക്കുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കൈവിഷം ചെയ്യാനും വശീകരിക്കാനും ഈ ഒരു മൂർത്തിയെ ആരാധിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ കേസ്, ആ സ്ത്രീയുടെ കേസ്, അത് സംഭവിച്ചിട്ടുള്ളത് ആസാമിലാണ്. പക്ഷേ കാലമാടൻ ആസാമിലുണ്ടോ? കാലമാടൻ ആസാമിലുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ആസാമിലുള്ള നാടോടി കഥകളിൽ കാലമാടനോട് ചേർന്നുള്ള ഒരു വിശ്വാസ സങ്കല്പമുണ്ട്, ഒരു പൈശാചിക സങ്കല്പം. അതിനെ ഖേദോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഖേദോർ എന്ന പിശാചിനെയാണ് ആ സ്ത്രീ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഗാന്ധാമോ എന്ന ഒരു ആസാമിലെ ഗ്രാമപ്രദേശത്താണ് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
16 വയസ്സിൽ ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു 5 വർഷത്തോളം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ഒരു പരിശോധനയിലാണ് മനസ്സിലാവുന്നത് ഭർത്താവിന് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത് എന്ന്. എന്നാൽ അതൊരിക്കലും അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാലത്തും പലപ്പോഴും അവർക്ക് പനി ഉണ്ടാവുമായിരുന്നു. രാവിലെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഉച്ചയ്ക്ക് ചെറിയൊരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ ശരീരം ചുട്ടു പൊള്ളുമായിരുന്നു, പനിച്ച് വിറയ്ക്കുമായിരുന്നു. ആ സമയത്ത് മറ്റുള്ളവരോട് ഒരു പ്രത്യേക ദേഷ്യവും വെറുപ്പും അവർ പ്രകടിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ അവർ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, കറുത്ത പുക പോലുള്ള ഒരു രൂപം അവരുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കാറുണ്ട് എന്ന്. പലപ്പോഴും മുടി കരിഞ്ഞ ഗന്ധം വരുമ്പോൾ ഞെട്ടി കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു രൂപത്തെ തൊട്ടടുത്ത് അവർ കാണാറുള്ളത് എന്നും. തുടക്കത്തിലൊക്കെ അത് വളരെ കുറച്ചു നേരം നോക്കി നിൽക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വായുവിൽ അലിഞ്ഞ് ഇല്ലാതാവുമായിരുന്നു. പോകെ പോകെ അത് തൻ്റെ ശരീരത്തെ തൊട്ടതായും ഒരിക്കലത് വസ്ത്രത്തിനുള്ളിലൂടെ നൂണ്ട് കയറിയതായും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായും ആ സ്ത്രീ പറയുന്നു. അതിനുശേഷം ദിവസങ്ങളോളം അവരുടെ ശരീരത്തിൽ ആ കരിഞ്ഞ മുടിയുടെ ഗന്ധമുണ്ടായിരുന്നതായും അവർ പറയുന്നു. മാസങ്ങളോളം ഇതേ അനുഭവം തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും ഭർത്താവ് ഈ ഒരു അവസ്ഥയെ ഒരു തമാശയായാണ് കണ്ടിരുന്നത് എങ്കിലും ഈ ഒരു സംഭവം സ്വന്തം ഭാര്യയുടെ മാനസിക നിലയെ തകർക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അയാൾ ഒരു മാനസിക വിദഗ്ധൻ്റെ സഹായം തേടി. സ്വാഭാവികമായും അയാൾ പറഞ്ഞു, ഇതെല്ലാം വെറും തോന്നൽ മാത്രമാണ്, ഇതെല്ലാം വെറും ഹാലുസിനേഷൻസ് മാത്രമാണ് എന്ന്. എന്നാൽ ആ സ്ത്രീക്ക് ഉറപ്പുണ്ടായിരുന്നു അത് അവരുടെ വെറും തോന്നലല്ല എന്ന്. നാടോടി കഥകളിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഖേദോർ എന്ന പിശാചിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണത്രേ അവർക്ക് അത്തരത്തിലുള്ള രൂപങ്ങൾ മുന്നിൽ വരുന്നതായി തോന്നുന്നത് എന്ന് ചില മാനസിക വിദഗ്ധർ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും അവരുടെ ശരീരത്തിൽ പുതുതായി വരുന്ന പാടുകൾ എന്തിൻ്റെയാണ്? ആ മുറിവുകൾ എന്തിൻ്റെയാണ്? ഓരോ ദിവസവും പുതിയ പുതിയ മുറിവുകളും പാടുകളും വരുന്നതിന് ഭർത്താവും സാക്ഷിയാണ്. അങ്ങനെയെങ്കിൽ അതിനർത്ഥം ഖേദോർ സത്യമാണ് എന്നാണ്. ഇതെല്ലാം വെറും തോന്നൽ മാത്രമാണ് എന്ന വാദങ്ങൾക്ക് വിരാമമിട്ടത് ഒരു വാർത്തയായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ആ ദമ്പതികൾ അച്ഛനമ്മമാരാകാൻ പോകുന്നു എന്ന വാർത്ത. ആ വാർത്തയിലൂടെ ആ നാട് മുഴുവൻ ഒരു ഭയത്തോടു കൂടിയാണ് അവളെ കണ്ടത്. കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിലിരുന്ന ആ ഭർത്താവിനും ആ വാർത്ത ഒരു സന്തോഷ വാർത്തയായിരുന്നില്ല. ഉച്ചയിറക്കത്തിൽ വേദനിച്ച് ഞെരങ്ങിക്കരയുന്ന ഭാര്യയെ നോക്കി നിൽക്കാനേ അയാൾക്ക് സാധിച്ചുള്ളൂ. ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന പുതിയ പുതിയ മുറിവുകളെ നോക്കി വിഷമിക്കാനേ അയാൾക്ക് സാധിച്ചുള്ളൂ. തൻ്റെ ഉദരത്തിൽ വളരുന്നത് ഒരു പിശാചിൻ്റെ കുഞ്ഞാണ് എന്ന് പലപ്പോഴും പറഞ്ഞിരുന്ന ആ സ്ത്രീ 5-ാം മാസം വയറ്റിൽ ആഞ്ഞടിച്ചത് പോലും അയാൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. 9-ാം മാസം അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു. അവർ ഭയപ്പെട്ടതുപോലെ അതൊരു പിശാചിൻ്റെ കുഞ്ഞിനെ പോലെ ആയിരുന്നില്ല. അത് തികച്ചും ഒരു മനുഷ്യക്കുഞ്ഞ് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അവർ അനുഭവിച്ചത് വ്യത്യസ്തമായ ചില അനുഭവങ്ങളാണ്. അന്യപുരുഷന്മാരെ കണ്ടാൽ അവളുടെ ജനനേന്ദ്രിയത്തിൽ ആരോ സ്പർശിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടും. ശരീരത്തിനുള്ളിൽ നിന്നും ആരോ തന്നെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയെന്നും അവൾ പറയുന്നു. 1.5 വയസ്സുവരെ ആ കുഞ്ഞ് കരയുകയോ ശബ്ദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആ അച്ഛനും അമ്മയും പറയുന്നു. 2 വയസ്സിന് ശേഷമാണ് അതെന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത്. എന്നാൽ 3 വയസ്സിന് ശേഷം കുഞ്ഞിന് അത്ഭുതകരമായ ഒരു കരുത്തുണ്ടായി എന്നും അത് പലപ്പോഴും കുഞ്ഞിൻ്റെ അമ്മയുടെ കഴുത്ത് പിടിച്ചു ഞെരിക്കാൻ ശ്രമിച്ചു എന്നും അവർ പറയുന്നു. പിന്നീട് ആ ഗ്രാമം കേൾക്കുന്നത് തലയണയമർത്തി സ്വന്തം അമ്മ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച വാർത്തയാണ്. കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ അമ്മ സൃഷ്ടിച്ചെടുത്ത വെറും കഥകൾ മാത്രമാണിത് എന്നൊരു വാദമുണ്ട്. അങ്ങനെയെങ്കിൽ 3-4 ചോദ്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ ഭാര്യയോടൊപ്പം ഭർത്താവ് കൂട്ടുനിൽക്കുന്നത്? ഇമ്പോർട്ടൻ്റായ ഭർത്താവിന് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്? ആ സ്ത്രീയുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്തായിരിക്കും? അവരുടെ ശരീരത്തിൽ ഉദ്ഭവിച്ചിട്ടുള്ള അത്തരം മുറിവുകൾക്ക് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? ഇതിനെല്ലാം പിന്നിൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ഖേദോർ എന്ന പിശാച്, അല്ലെങ്കിൽ സ്ത്രീലമ്പടനായ കാലമാടൻ. 2022 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കേസിൻ്റെ പിന്നിൽ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെ ഒരുപാട് സൈക്യാട്രിസ്റ്റുകളും സഞ്ചരിച്ചിട്ടുണ്ട്. അവരെല്ലാം ചെന്നെത്തിയത് ഒരേ ഒരു ഉത്തരത്തിലേക്കാണ്. ആ ഉത്തരമാണ്
ഇൻക്യുബസ് സിൻഡ്രോം. എന്താണ് ഈ ഇൻക്യുബസ് സിൻഡ്രോം? യൂറോപ്യൻ നാടോടി കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സ്ത്രീകളെ അവരുടെ നിദ്രാലോകത്തിൽ ചെന്ന് ശാരീരികമായും ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു പിശാചിൻ്റെ പേരാണ് ഇൻക്യുബസ്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ ഉറക്കത്തിലോ തന്നെ ആരോ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന, എന്ന് തെറ്റിദ്ധരിക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയെ പറയുന്ന പേരാണ് ഇൻക്യുബസ് സിൻഡ്രോം. സൈക്യാട്രിയിൽ ഇതിനെ ഒരു സൈക്കോപാത്തലോജിക്കൽ ഡിസോർഡർ ആയാണ് കണക്കാക്കുന്നത്. കഥകളിലും സ്വപ്നങ്ങളിലും കാണുന്ന പിശാചുമായുള്ള ശാരീരികമായ ബന്ധം ഒരു തോന്നൽ എന്നതിനേക്കാൾ ഒരു യാഥാർത്ഥ്യമായി ഇവരിൽ നിലനിൽക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥയെ ഇറോട്ടോമാനിയ എന്ന മാനസികാവസ്ഥയുടെ മറ്റൊരു തലമായാണ് വിശദീകരിക്കപ്പെടുന്നത്. ഡി ക്ലെറാംബോൾട്ട് സിൻഡ്രോം എന്ന പേരിലും ഇറോട്ടോമാനിയ അറിയപ്പെടുന്നു. മറ്റൊരാൾക്ക് തന്നോട് അതിയായ പ്രണയമുണ്ട് എന്ന് തീവ്രമായി തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ എന്ന് ഈ മാനസിക പ്രശ്നത്തെ വിശദീകരിക്കാം. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളിലൂടെ സ്ത്രീകൾക്കുണ്ടാകുന്ന തീവ്രമായ സെക്ഷുവൽ ഡിസയർ ഈ ഇൻക്യുബസ് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് അവരെ ട്രിഗർ ചെയ്യാറുണ്ട്. സൈക്കോസിസിലൂടെ കടന്നു പോകുന്നവരും സ്കിസോഇഫക്റ്റീവ് ഡിസോർഡറിലൂടെ കടന്നു പോകുന്നവർക്കും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. നാർക്കോലെപ്സി, സ്ലീപ്പ് പാരാലിസിസ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നീ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം ഇൻക്യുബസ് സിൻഡ്രോമിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള ട്രോമ, സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഒരു മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കാനുള്ള കാരണമായി മാറുന്നു. 2023 45 വയസ്സുള്ള ഒരു സ്ത്രീ 4 അപരിചിതരായ പുരുഷന്മാർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുമായി ചെന്നെത്തിയതും അന്വേഷണത്തിൽ അങ്ങനെ 4 പേർ വെറും തോന്നലായിരുന്നു എന്ന് കണ്ടെത്തിയതും പരിശോധനയിൽ ആ സ്ത്രീ ഇൻക്യുബസ് സിൻഡ്രോമിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതും നമ്മുടെ ഇന്ത്യയിലാണ്. 2021 36 വയസ്സുള്ള ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ വീട്ടിൽ ആരോ ഒരാൾ അദൃശ്യമായി തന്നെ ശാരീരികമായി ഉപയോഗിക്കുന്നു എന്ന് പരാതി നൽകിയതും പരിശോധനയിൽ ആ സ്ത്രീയും ഇൻക്യുബസ് സിൻഡ്രോമിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതും നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ഇങ്ങനെ 10ഓളം കേസുകളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പകുതിയിൽ കൂടുതലും ചാത്തൻ്റെയും മാടൻ്റെയും അക്കൗണ്ടിലാണുള്ളത്. ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കാം ഇൻക്യുബസ് സിൻഡ്രോം എന്ന അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ മാനസിക അസുഖത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടാവുക. ഇൻക്യുബസ് സിൻഡ്രോം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് 1664 നമുക്കെന്തായാലും ആ കാലമാടനെ വെറുതെ വിടാം. അതൊരു പാവമാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവങ്ങളെ നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ടായ മുറിവുകളെല്ലാം ആ സ്ത്രീയുടെ തന്നെ നഖം കൊണ്ടുണ്ടായതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ കണ്ട രൂപം, അവർക്ക് പനിച്ച ശേഷമുണ്ടായ പാത്തലോജിക്കൽ ഡ്രീമിലൂടെ അവർ സങ്കല്പിച്ചെടുത്ത ഒരു രൂപമാണ് എന്നും അവരുടെ ഉള്ളിലുള്ള ഇൻക്യുബസ് സിൻഡ്രോം എന്ന അവസ്ഥയിലൂടെ ആ രൂപത്തെ വെച്ച് അവർ ഉണ്ടാക്കിയെടുത്ത ഹാലുസിനേഷൻസ് ആണ് ബാക്കിയുള്ളത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും ഉത്തരമില്ലാത്ത ഒരേ ഒരു ചോദ്യം, ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നത് എന്നതാണ്. ഇമ്പോർട്ടൻസി എന്നാൽ 100% കുഞ്ഞുണ്ടാവില്ല എന്ന അവസ്ഥയല്ല, അതിനുള്ള സാധ്യത കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ശാസ്ത്രം പറയുന്നൊരു വിഷയമുണ്ട്, ചിലപ്പോൾ ഈ അവസ്ഥകൾ മാറി മറഞ്ഞേക്കാം എന്ന്. അതൊക്കെ ശരി, ഇത് ഒരു സ്ത്രീകൾക്കുള്ള അസുഖം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഇതുപോലുള്ള ഒരു അസുഖം ഉണ്ടാവുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങളിൽ ചില വിദ്വാൻമാർ ചിന്തിക്കുന്നുണ്ടാകും. പുരുഷന്മാർക്കും ഇതുപോലെ ഒരസുഖമുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും ഭാവിയിൽ ആ അസുഖത്തിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ അസുഖം ഏതാണ്? അത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? കാലം കുറേ ആയില്ലേ ഞാൻ അങ്ങോട്ട് പറയുന്നു, ഇനി നിങ്ങൾ ഇങ്ങോട്ട് പറ. അപ്പോൾ പുരുഷന്മാരുടെ ഈ അസുഖത്തിൻ്റെ പേര് കമൻറ്റ് ബോക്സ് പറയട്ടെ. വെറുതെ ചിന്തിക്കാൻ മാത്രം.